പരാജയപ്പെട്ടുപോയി സഹോദര. ഞാൻ കൃഷിക്കാരനാണ്. ഞാൻ തോറ്റുപോയി. ഞാൻ പരാജയപ്പെട്ട കർഷകനാണ്. ഏക്കറുകൾ കൃഷി ചെയ്തു. നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാർ കാശ് തന്നു. ഞാൻ ലോൺ ചോദിച്ചപ്പോൾ അവർ പറയുന്നു PRS കുടിശ്ശിക എന്ന്. ഞാൻ പരാജയപ്പെട്ടുപോയി. എൻ്റെ ജീവിതം പരാജയപ്പെട്ടു. ഇക്കഴിഞ്ഞ നവംബർ 10 വെള്ളിയാഴ്ച ആത്മഹത്യ ചെയ്ത കുട്ടനാടൻ കർഷകൻ KG പ്രസാദ് തന്റെ സുഹൃത്തും സംഘടനാ പ്രവർത്തകനുമായ ശിവരാജനോട് പറഞ്ഞ അന്തിമ വചസ്സുകൾ കേരളത്തിലെ ശരാശരി കർഷകന്റെ തപ്ത നിശ്വാസങ്ങളാണ്. കൃഷി ചെയ്ത് തോറ്റുപോകുന്നവരായിരിക്കുന്നു കേരളത്തിലെ കർഷകർ. സമാനങ്ങളാണ് കേരളത്തിലെ റബ്ബർ കർഷകന്റെയും കൊപ്ര കർഷകന്റെയും ഏലം കർഷകന്റെയും സ്ഥിതി. കണക്കുകൾ എത്ര നിരത്തി വാദിച്ചാലും വ്യവസായ മേഖലയുടെയും സ്ഥിതി ഭിന്നമല്ല. ഒരിക്കൽ ഭാരതത്തിനാകെ മാതൃകയാകത്തക്ക വിധം കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമെല്ലാം തിളങ്ങി നിന്ന മലയാളി ആകെ തോറ്റവനായിരിക്കുന്നു. ചില പരിവർത്തനങ്ങൾക്ക് വല്ലാത്ത ഒരു ദുരന്തവശമുണ്ട്. അവ ഉണ്ടായത് സാവകാശമായിരിക്കാമെങ്കിലും അബദ്ധം സംഭവിച്ചു എന്ന് മനസ്സിലായാലും ഒരിക്കലും തിരിച്ചു നടക്കാനാവാതെ വരും. ഉത്തരധ്രുവത്തിലെ മഞ്ഞുരുകുന്നത് പോലെയാണത്. എത്ര നൂറ്റാണ്ട് കിണഞ്ഞു ശ്രമിച്ചാലും ആ മഞ്ഞുമലകൾ പുനഃസൃഷ്ടിക്കാനാവില്ലല്ലോ. കർഷകർ കൃഷി നിർത്തി തുടങ്ങി. ഭൂമി തരിശിടുന്നത് വർദ്ധിക്കുന്നു. നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ള ജനക്ഷേമകരമായ ഒരു ഇടത് ബദൽ തങ്ങൾക്കില്ലെന്ന് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ഓരോ ദിവസവും തെളിയിക്കുകയാണ്. അധികാരത്തിലെത്തുന്നതിന് അവർ ചൂണ്ടിക്കാണിച്ച കോൺഗ്രസിന്റെയോ BJPയുടെയോ വികല നയങ്ങൾ അതിലും ഹീനമായ വിധത്തിൽ അവർ നടപ്പിലാക്കുന്നു. EMSഉം ഒരു പരിധിവരെ നായനാർക്കും ഇടതു ബദൽ നയങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതം വഴിമുട്ടുന്ന കർഷകനടക്കമുള്ളവർക്ക് വേണ്ടി വാഗ്ദാനങ്ങളല്ലാതെ സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാനാവുന്നില്ല. അതുകൊണ്ട് കിട്ടിയ അവസരം വല്ലാതെ ദൂർത്തടിച്ച് തിമിർക്കുന്നത് പോലുണ്ട്. ക്യാപിറ്റലിസം ശരിക്കും തലയ്ക്ക് പിടിച്ച പ്രഭുക്കന്മാരെ പോലെ മുൻപിൻ നോക്കാത്ത ദൂർത്ത്. 20 കൊല്ലം മുമ്പ് നിർത്തിയ മദ്യപാനം വീണ്ടും തുടങ്ങി. പ്രസാദ് ആത്മഹത്യക്കുറിപ്പിൽ എഴുതി, എനിക്ക് ജീവിക്കുവാൻ മാർഗമില്ല. സർക്കാർ കാശ് തന്നില്ല. 3 ഏക്കറിൽ വളമിടാൻ കാശില്ല. PRS വായ്പ കുടിശ്ശികയാക്കി എന്നെ കടക്കാരനാക്കി. സർക്കാർ ബാങ്കിന് പണം കൊടുക്കാത്തതുകൊണ്ട് ഞാൻ കടക്കാരനായി. ഞാൻ മരിക്കും, മരിച്ചു പോകും. കൈവിട്ടുപോയി. നിങ്ങൾ എനിക്ക് വേണ്ടി പോരാടണം. ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ സഹായിക്കണം. എല്ലുമുറിയെ പണിയെടുത്തുണ്ടാക്കിയ നെല്ല് വിറ്റ കാശ് വാങ്ങി കുത്തി റേഷൻ കട വഴി വിതരണം ചെയ്തിട്ടും പണം കിട്ടാത്തതിന്റെ നിരാശയിൽ ജീവൻ ഒടുക്കിയ കർഷകരുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തകഴി സ്വദേശിയായ പ്രസാദ്. BJPയുടെ കർഷക സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്നു തകഴി കുന്നുമ്മ കാട്ടിൽപ്പറമ്പിൽ KG പ്രസാദ്. 55-കാരൻ. ഭാര്യ ഓമന തൊഴിലുറപ്പ് തൊഴിലാളി, ശരിക്കും തൊഴിലാളി. മകൻ അനിനിക് സ്കൂൾ വിദ്യാർത്ഥി. മകൾ അദീന വിവാഹിതയായി തിരുവനന്തപുരത്ത് താമസിക്കുന്നു. 2022-23 ഒന്നാം വിളയായി കിട്ടിയ 4896 കിലോ സർക്കാരിന് കൊടുത്തു. അതിനുള്ള നെല്ല് വില 1,38,655 രൂപ കേരള ബാങ്ക് അനുവദിച്ചു. നെല്ല് വാങ്ങുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിലയ്ക്ക് പകരം നൽകുന്ന പാഡി റെസിപ്റ്റ് ഷീറ്റ് ബാങ്കിൽ കൊടുത്തപ്പോൾ നെല്ലിന്റെ വിലയ്ക്ക് സമാനമായ തുക ബാങ്ക് കർഷകന് വായ്പയായി കൊടുക്കുന്നു. സമയത്ത് സർക്കാർ ബാങ്കിൽ പണം അടച്ചില്ലെങ്കിൽ ആ തുക കർഷകന്റെ കുടിശ്ശികയായി മാറുന്നു. കർഷകന് വേറെ വായ്പ ഒന്നും കിട്ടില്ല. തകഴി 300-ാം പാടത്ത് 2 ഏക്കർ കൃഷിയുള്ള പ്രസാദ് സമീപ പാടശേഖരങ്ങളിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാറുണ്ട്. പിള്ളാരുബണ്ട് എന്ന പാടം പാട്ടത്തിനെടുത്ത് വിതച്ചിരുന്നു. അവിടെ വളമിടുന്നതിന് വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചു. ബാധ്യതയുടെ പേരിൽ ബാങ്ക് വായ്പ നിഷേധിച്ചു. 2011 അദ്ദേഹം എടുത്ത 25,000 രൂപയുടെ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. എങ്കിലും ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ ഒത്തുതീർപ്പാക്കിയതാണ്. ബാധ്യത നിലനിൽക്കുന്നത് സിബിൽ സ്കോറിനെ ബാധിച്ചു. കർഷക സംഘത്തിലെ സഹപ്രവർത്തകനായ ശിവരാജനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം തന്റെ ദയനീയ അവസ്ഥ വിവരിക്കുന്നുണ്ട്. മകൻ അദിനികിനെയും സുഹൃത്ത് ശിവരാജിനെയും ഫോണിൽ വിളിച്ച് അറിയിച്ച ശേഷമാണ് പ്രസാദ് ജീവൻ ഒടുക്കിയത്. വിഷം കഴിക്കുന്ന ദൃശ്യം ഫോണിലൂടെ വീഡിയോ ആയി മരുമകന് അയച്ചു. അദ്ദേഹത്തെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ സർക്കാരിനെന്നല്ല ആർക്കും പാർട്ടിക്ക് പോലും ഒന്നും ചെയ്യാനായില്ല. കുട്ടനാട്ടിലെ ആദ്യത്തെ കർഷക ആത്മഹത്യയല്ല പ്രസാദിന്റേത്. സെപ്റ്റംബർ 17
വാണ്ടാനത്ത് നിലയ്ക്കാട്ട ചിറയിൽ KR രാജപ്പൻ എന്ന കർഷകനും വായ്പ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ മകൻ പ്രകാശൻ അർബുദ രോഗത്തിന് ചികിത്സയിലാണ്. 4 പാടത്ത് 3 ഏക്കർ നിലം കൃഷി ചെയ്യുന്ന കർഷകനാണ് രാജപ്പൻ. അദ്ദേഹം 3621 കിലോ നെല്ലും മകൻ പ്രകാശൻ 1944 കിലോ നെല്ലും സർക്കാരിന് കൊടുത്തു. 1,57,601 രൂപയ്ക്കുള്ള നെല്ല് 43,200 രൂപ കിട്ടി. ബാക്കി 1,14,395 കിട്ടാനുണ്ട്. ബാങ്ക് വായ്പയ്ക്ക് ചെന്നു, അത് നിഷേധിച്ചു. എന്നാൽ രാജപ്പൻ ആത്മഹത്യ ചെയ്തു. അധികം വൈകാതെ രാജപ്പന്റെ മകളുടെ പേരിൽ ബാങ്ക് വായ്പ കൊടുക്കുകയും ചെയ്തു. പ്രതിപക്ഷം പ്രസ്താവനയിറക്കി പ്രതിഷേധിച്ച് കടമ തീർത്തു. ഇതിനെല്ലാം ജനം കൂടുതൽ രൂക്ഷമായി പ്രതികരിക്കേണ്ടതല്ലേ? ഇടതുപക്ഷമായിരുന്നു പ്രതിപക്ഷത്ത് എങ്കിൽ എന്ന് ജനം ഓർത്തുപോയി. ഈ നിസ്സംഗതയോ കർഷക സ്നേഹം? കേരളത്തിന്റെ എല്ലാ വെല്ലുവിളികളും മധ്യപൂർവ്വ ദേശത്തെ മുസ്ലിം തീവ്രവാദ സംഘടനയായ ഹമാസിൽ ഒതുക്കി നിർത്താൻ മത്സരിക്കുന്നതിനുള്ള ആവേശത്തിൽ കേരളത്തിലെ ഒരു കർഷകൻ നടത്തിയ മരണവിലാപം ഏറെ ശ്രദ്ധിക്കാതെ പോയതിൽ ആർക്കാണ് അത്ഭുതം? കർഷകന്റെ സങ്കടം കേട്ടാൽ ആർക്ക് ഗുണം? നാട്ടുകാരെ തീറ്റിപ്പോറ്റാൻ മണ്ണിൽ പണിയെടുക്കുന്ന അവർ സംഘടിത വോട്ട് ബാങ്കോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കൊടി പിടിക്കുന്നവരും അല്ലല്ലോ. എങ്കിലും ഇത്ര നിസ്സംഗതയോടെ അവഗണിക്കേണ്ട ഒന്നാണോ ഒരു കർഷകന്റെ ആത്മഹത്യ? മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന ഒരു MLA മരിച്ചപ്പോഴും, ഒരു തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടില്ലാത്ത നേതാവ് മരിച്ചപ്പോഴും അവരുടെ കുടുംബങ്ങൾക്ക് വലിയ കടബാധ്യത ഉണ്ടെന്ന് കണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മുൻപിൻ നോക്കാതെ ലക്ഷങ്ങൾ വലിച്ചെറിഞ്ഞ സർക്കാർ ഇനിയും പ്രസാദിന്റെ കുടുംബത്തിന് ഒരു സഹായവും പ്രഖ്യാപിച്ചിട്ടില്ല. അതാണ് സർക്കാരിന്റെ കർഷക സ്നേഹം. നീയൊക്കെ കൃഷി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും അരി കൊണ്ടുവരും എന്ന് ആലപ്പുഴക്കാരനായ മന്ത്രി സജി ചെറിയാൻ കേരളത്തിന്റെ കൃഷിമന്ത്രിയെ സാക്ഷിയാക്കി പരസ്യമായി പ്രസ്താവിച്ചത് വലിയ അടയാളമാണ്. മനസ്സിലുള്ളത് പറഞ്ഞു പോകുന്ന താരമാണ് സജി ചെറിയാൻ. അദ്ദേഹത്തിന് പണമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നോ മറ്റ് എവിടെ നിന്ന് വേണമെങ്കിലും അരിയോ മറ്റു സാധനങ്ങളോ കൊണ്ടുവന്ന് ജീവിക്കാം. പക്ഷേ കുട്ടനാട്ടിലെ കർഷകന് അതല്ലല്ലോ സ്ഥിതി. അവന് പാടത്ത് പണിയെടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് വേണ്ടേ ജീവിക്കാൻ? ജനങ്ങളെ അറിയാത്ത മന്ത്രിമാർ ഉണ്ടായാൽ ഇതാണ് സ്ഥിതി. ഇത്രയും അപമാനകരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടും അദ്ദേഹം ആ വേണ്ടാവചനം പിൻവലിക്കുകയോ പാർട്ടിയോ മുഖ്യമന്ത്രിയോ അതിന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അതിനർത്ഥം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും ഉള്ളിലിരിപ്പ് എന്നല്ലേ? ഇതൊക്കെ കേൾക്കുന്ന ജനത്തിന് കേരളം തമിഴ്നാടിന്റെ ഭാഗമായിരുന്നെങ്കിൽ മതിയായിരുന്നില്ലേ എന്നും രാജഭരണമായിരുന്നില്ലേ ഇതിലും നല്ലതെന്നും ഒക്കെ തോന്നി തുടങ്ങില്ലേ? എത്ര മോഹിപ്പിക്കുന്നവയാണ് തമിഴ്നാട്ടിലെ കർഷകർക്ക് കിട്ടുന്ന സർക്കാർ സഹായങ്ങൾ. നിലം ഉഴുന്നതിന്, ട്രാക്ടർ വാങ്ങുന്നതിന്, വിള നശിച്ചു പോയാൽ എല്ലാം സർക്കാർ സഹായം കൊടുക്കുന്നു. ഇവിടുത്തെ കൂലിയോ ഉൽപാദന ചെലവോ പോലും ഇല്ല താനും. MN ഗോവിന്ദൻ നായരുടെയും VV രാഘവന്റെയും ഒക്കെ പിൻഗാമിയായി വന്ന CPIയുടെ കൃഷിമന്ത്രി P പ്രസാദിന് കർഷകരുടെ വികാരത്തിനൊപ്പം നിൽക്കാനാവുന്നില്ല. ഈ മന്ത്രിപ്പണി പോയാലും കർഷകനായിരിക്കേണ്ടവനാണ് പ്രസാദ് മന്ത്രി. അദ്ദേഹവും മന്ത്രി അനിലും ഇപ്പോഴും വ്യാപാര കരാറിനെയും അതുപോലുള്ള സാധാരണക്കാരന് മനസ്സിലാകാത്ത കാര്യങ്ങളെയും കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഇന്ത്യയിൽ കേരളത്തിലെ കർഷകന് മാത്രമല്ലല്ലോ വ്യാപാര കരാറിന്റെ പ്രത്യാഘാതം ഉണ്ടാവുക. കേരള സർക്കാർ ഓരോ വർഷം ചെല്ലുന്തോറും നെൽകർഷകനെ ഒന്നിനൊന്ന് അവഗണിക്കുന്നു എന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നെല്ലിന്റെ ഉൽപാദന ചെലവ് ഓരോ വർഷവും കുതിച്ചുയരുകയാണ്. അതിനനുസരിച്ച് നെല്ലിന്റെ സംഭരണ വില കേന്ദ്രം ഓരോ വർഷവും വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ വിഹിതം എല്ലാ വർഷവും കുറയ്ക്കുകയാണ്. കിലോഗ്രാമിന് 8.80 രൂപ സഹായം നൽകിയിരുന്ന കേരളം 23-24 കൊടുക്കുന്നത് വെറും 6.23 രൂപ. ആരും അറിയാതെയാണ് കുറവ് വരുത്തുന്നത്. 2023-24 കേന്ദ്രം സംഭരണ വിലയിൽ 1 രൂപ 43 പൈസ കൂട്ടിയപ്പോൾ കേരളം നൽകി വന്ന സഹായം 1 രൂപ 43 പൈസ കുറച്ചു. ഇതാണ് കേരളത്തിലെ കർഷക സ്നേഹം. രണ്ടാം പിണറായി സർക്കാർ 21-22 മുതൽ ക്രമമായി കർഷകർക്കുള്ള സഹായത്തുക കുറച്ചുകൊണ്ട് വരികയാണ്. 21-22 കിലോഗ്രാമിന് 20 പൈസ വെച്ച് കുറച്ചു. 22-23 ആ സഹായം കിലോഗ്രാമിന് 1 രൂപ 20 പൈസ വെച്ച് കുറച്ചു. 23-24
തുക വീണ്ടും ₹1.43 വെച്ച് കുറച്ചു. അതായത് 21-22 മുതൽ 23-24 വരെ പിണറായി സർക്കാർ കുറച്ചത് കിലോഗ്രാമിന് ₹3. കൃത്യമായി പറഞ്ഞാൽ ₹2.83. ഇതാണ് പിണറായി സർക്കാരിന്റെ കർഷക സ്നേഹത്തിന്റെ തനി നിറം. കേന്ദ്രം വർദ്ധിപ്പിച്ചതിനനുസരിച്ച് കുറയ്ക്കാതെയെങ്കിലും ഇരുന്നെങ്കിൽ ഇപ്പോൾ കേന്ദ്രം തരുന്ന ₹21.83 കേരളം നൽകി വന്നിരുന്ന ₹8.80 ചേർന്ന് ₹30.63 സംഭരണ വിലയായി ലഭിക്കുമായിരുന്നു. 2015-16 കേന്ദ്രവിഹിതം ₹14.10 കേരളം ₹7.40 വിഹിതമായി നൽകി. ₹21.50 സംഭരണ വിലയായി നൽകി. 2016-17 കേന്ദ്രവിഹിതം 60 പൈസ കൂട്ടിയപ്പോൾ കേരളം 40 പൈസ കൂട്ടി സംഭരണ വില ₹1 കൂട്ടി. 2017-18 കേന്ദ്രം 80 പൈസ കൂട്ടിയപ്പോൾ കേരളം അനങ്ങിയില്ല. സംഭരണ വില ₹23.30 2018-19 കേന്ദ്രം ₹2 കൂട്ടിയെങ്കിലും കേരളം കൂട്ടിയില്ല, കുറച്ചുമില്ല. സംഭരണ വില ₹25.30 2019-20 കേന്ദ്രം 65 പൈസ കൂട്ടിയപ്പോൾ കേരളം ₹1 കൂട്ടി. വില ₹26.95 20-21 കേന്ദ്രം 53 പൈസ കൂട്ടി. കേരളം 19-20 നിരക്ക് തന്നെ തുടർന്നു. സംഭരണ വില ₹27.48 21-22 72 പൈസ കൂട്ടിയപ്പോൾ കേരളം 20 പൈസ കുറച്ച് വില ₹28 22-23 കേന്ദ്രം ₹1 കൂട്ടിയപ്പോൾ കേരളം സംഭരണ വിലയിൽ ₹1.20 കുറച്ചു. സംഭരണ വില ₹28.20 23-24 കേന്ദ്രം ₹1.43 കൂട്ടിയപ്പോൾ കേരളം നൽകുന്ന വിഹിതം ₹1.43 കുറച്ചു. സംഭരണ വില 28.20 തന്നെ നിർത്തി. ചുരുക്കത്തിൽ കേരളത്തിലെ നെൽ കർഷകരോട് കൂടുതൽ നീതി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ഭാരതത്തിലെ സംസ്ഥാന സർക്കാരുകളിൽ കേരളം മാത്രമാണ് സംഭരണ വിലയ്ക്ക് സംസ്ഥാന വിഹിതം കൂടി നൽകുന്നതെന്ന് കേരളം ചിലപ്പോൾ അവകാശപ്പെടാറുണ്ട്. അതും വാസ്തവമല്ല. ഛത്തീസ്ഗഡ് പോലുള്ള ചെറിയ സംസ്ഥാനം അടക്കം വേറെയും പല സംസ്ഥാനങ്ങളും ഇങ്ങനെ കർഷകനെ സഹായിക്കുന്നുണ്ട്. കേന്ദ്രം കൊടുക്കുന്ന സംഭരണ വിലയ്ക്കൊപ്പം സംസ്ഥാന വിഹിതമായി ₹10 നൽകണം എന്നാണ് കർഷകരുടെ ആവശ്യം. കേരളത്തിലെ നെൽ കർഷകൻ മാത്രമല്ല, റബ്ബർ കർഷകനും കൊപ്ര കർഷകനും എല്ലാം തോറ്റു മടങ്ങുകയാണ്. കൃഷി നിർത്തുന്നവർ പെരുകുന്നു. കേരളത്തിൽ കേരം കാണാനില്ലാത്ത കാലം വരുമോ എന്നതാണ് ഭയപ്പെടേണ്ടത്. ഇവരെ സഹായിക്കുന്നതിനുള്ള പദ്ധതികളും ജീവൻ നേടുന്നില്ല. കൊപ്ര സംഭരണം നടത്തിയ വകയിൽ കൊടുക്കാനുള്ളത് ₹5 കോടി. കേരളത്തിലെ വലിയ കാർഷിക വിഭവങ്ങളിലൊന്നായ റബ്ബറിന് ₹250 തറവില കൊടുക്കും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ ഇടതു സർക്കാർ ഇതുവരെ കൊടുത്തത് ₹170 വരെയാണ്. ആ തുകയും കുടിശ്ശികയാണ്. ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക അടുത്ത ദിവസം കൊടുക്കുമെന്ന് ധനമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർഷക സ്നേഹമുള്ള സർക്കാരിന് ഏത് പ്രതിസന്ധിയിലും കർഷകരെ സഹായിക്കാനാകും എന്നതിന്റെ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന KM മാണി എടുത്ത ധീരമായ നടപടികൾ. അന്ന് റബ്ബർ വില കുത്തനെ ഇടിഞ്ഞപ്പോൾ സർക്കാർ കിലോഗ്രാമിന് ₹150 തറവില പ്രഖ്യാപിച്ചു. കൊടുക്കില്ലെന്ന് പലരും പ്രചരിപ്പിച്ചെങ്കിലും മാണി കൊടുത്തു. ഏലക്ക കർഷകർക്കും ഉണ്ട് വല്ലാത്ത ഒരു തലവേദന. ഏലക്ക വിറ്റുകഴിഞ്ഞാൽ പെട്ടെന്ന് പണം കിട്ടാൻ കർഷകൻ പലിശ കൊടുക്കേണ്ട നിലയുണ്ട്. എല്ലാ ഓപ്ഷൻ സെന്ററിലെയും സ്ഥിതി ഇതാണ്. വിറ്റാൽ അപ്പോൾ തന്നെ പണം കിട്ടാൻ 7.5 മുതൽ 12% വരെ പലിശ. പലിശയില്ലാതെ കിട്ടാൻ ചുരുങ്ങിയത് 12 ദിവസം കാത്തിരിക്കണം. ചില കേന്ദ്രങ്ങളിൽ 30 ദിവസം വരെ കാത്തിരിക്കണം. PRS വില്ലനാകുന്നതോടെ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. കർഷകർ കൊടുക്കുന്ന നെല്ലിന്റെ തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് സർക്കാരിന് നേരിട്ട് അടച്ചുകൂടെ? എന്തിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കുന്ന രസീതും മറ്റും ഈടായി കൊടുക്കണം? ലെവി സംഭരണ കാലത്ത് ഇതായിരുന്നല്ലോ രീതി. ഈ ചോദ്യം ഹൈക്കോടതി ചോദിച്ചിട്ടും സർക്കാരിന് ഉത്തരമില്ല. നെല്ലിന് തുക നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയും വേണം, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലെ. ഇതും ആ ജനതയുടെ അന്നന്നത്തെ അപ്പമാണെന്ന് എന്തേ സർക്കാരിന് മനസ്സിലാകുന്നില്ല? കർഷകർക്കു വേണ്ടി പരമ്പരാഗതമായി കേരളത്തിൽ ക്രൈസ്തവ സഭയും ദീപികയും എല്ലാം വാദിക്കുന്നത് കൊണ്ട്
ക്രൈസ്തവരുടെ എന്തോ തനത് പരിപാടിയാണ് കൃഷി എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ കേരളത്തിലെ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് കർഷക ആത്മഹത്യകളെക്കുറിച്ച് നടത്തിയ വിദഗ്ധ പഠനത്തിൽ കണ്ടെത്തിയ 979 ആത്മഹത്യകളിൽ 70% ഹിന്ദുക്കളായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആത്മഹത്യ ചെയ്തവരിൽ 59% 40-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കളും. കർഷകരെ സഹായിക്കുന്നത് ക്രൈസ്തവർക്ക് എന്തോ സഹായം ചെയ്യുന്നതാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതല്ല സത്യം. ഇടുക്കിയിലും പാലക്കാട്ടും ആലപ്പുഴയിലും വയനാട്ടിലും എല്ലാം ആത്മഹത്യകൾ നടക്കുന്നു. ഏറ്റവും അധികം ആത്മഹത്യകൾ നടന്നത് വയനാട്ടിലും ഏറ്റവും കുറവ് എറണാകുളത്തും ആയിരുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 5563 കർഷകർ രാജ്യത്ത് ജീവനൊടുക്കി. കേരളത്തിൽ ആത്മഹത്യകളുടെ എണ്ണം ഇങ്ങനെ പെരുകുന്നത് ആദ്യമാണ്. ഈ ദുരന്തം ഇല്ലാതാക്കണം. കേരളത്തിലെ എല്ലാ വീഴ്ചകൾക്കും കേന്ദ്രത്തെ പ്രതിയാക്കി രക്ഷപ്പെടാൻ നോക്കുകയാണ് CPM. ധനമന്ത്രി ബാലഗോപാലിന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ചെലവിന്റെ 62.4% സംസ്ഥാനങ്ങളാണ് നടത്തുന്നത്. കേന്ദ്രത്തിനുള്ളത് 37.6% ചിലവുകളാണ്. എന്നാൽ വരുമാനത്തിന്റെ 62.2% കേന്ദ്രത്തിനാണ്. 37.8% മാത്രം സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നു. GST വന്നതോടെ പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവ മാത്രമായി സംസ്ഥാനത്തിന്റെ തനത് വരുമാന സ്രോതസ്. ഈ വർഷം കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന സഹായത്തിൽ 57,400 കോടി കുറയും. വായ്പാ അനുമതിയിൽ 19,000 കോടി കുറച്ചു. റവന്യൂ കമ്മി ഗ്രാന്റിൽ 8,400 കോടി കുറഞ്ഞു. GST നഷ്ടപരിഹാരം 12,000 കോടി കുറഞ്ഞു. നികുതി വിഹിതം 3.58% നിന്നും 1.925%. അതിലൂടെ 18,000 കോടിയാണ് നഷ്ടം. ചുരുക്കത്തിൽ കേരളം വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. 50,000 കോടിയായി പൊതുകടം. എന്നിട്ടും സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത കുടിശ്ശിക തന്നെ 12,000 കോടി കൊടുക്കാനുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൂടി വരുമ്പോൾ മൊത്തം കുടിശ്ശിക 25,000 കോടി രൂപയാകും. ജീവനക്കാർക്ക് തന്നെ 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക മാസം 800 കോടി വെച്ച് 2,400 കോടിയായി. 1,600 രൂപ വെച്ച് ഏതാണ്ട് 7 ലക്ഷം പേർക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. 1,600 രൂപ വെച്ച് കൊടുക്കുന്ന ക്ഷേമ പെൻഷനാണ് ഖജനാവിനെ ചോർത്തുന്നതെന്ന് പറയാൻ പലർക്കും 100 നാവാണ്. എങ്കിൽ 10,000 പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരോ? KSRTCയിൽ കുടിശ്ശിക 160 കോടിയായി. ജൽജീവൻ മിഷനിൽ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 1,397 കോടി രൂപയാണ്. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പരിപാടിയിൽ 200 കോടിയാണ് കുടിശ്ശിക. കാരുണ്യദാന സഹായ പദ്ധതിയിൽ 300 കോടി കുടിശ്ശിക. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 1,525 കോടി. ഓണക്കിറ്റ് വകയിൽ കുടിശ്ശിക 158 കോടി. തദ്ദേശ വികസന ഫണ്ടിൽ നിന്നും എടുത്തത് 4,558 കോടി. കരാറുകാർക്ക് ആകെ 16,000 കോടി. കേന്ദ്ര സർക്കാരിനെതിരെ നിയമ നടപടിക്ക് നോക്കുകയാണ് കേരളം. സഹായങ്ങളിലും വലിയ കുടിശ്ശിക ഉള്ളതായി കേരളം പറയുന്നു. UGC ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതിനുള്ള 750.93 കോടി, ആരോഗ്യ ഗ്രാന്റായി കൊടുക്കേണ്ടത് 174.76 കോടി രൂപ, സാമൂഹിക പെൻഷൻ ഇനത്തിൽ തരാനുള്ള 579.95 കോടി രൂപ, മില്യൺ സിറ്റി ഗ്രാന്റായി കിട്ടേണ്ടത് 51.6 കോടി രൂപ, നെല്ല് സംഭരണത്തിനുള്ള 742.63 കോടി രൂപ, ഇങ്ങനെ സഹായങ്ങൾക്ക് കിട്ടേണ്ട 4,224.87 കോടി രൂപയും കുടിശ്ശികയാണത്രേ. എന്നാൽ കേരളത്തിന് അർഹമായ എല്ലാ സഹായവും നൽകുന്നതായി കണക്കുകൾ വെച്ച് കേന്ദ്രമന്ത്രിമാർ പറയുന്നു. ഡീസെൻട്രലൈസ്ഡ് ആയി നെല്ല് സംഭരണത്തിന് 2005 സമ്മതിച്ച 16 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നെല്ല് സംഭരിച്ച് കുത്തി അരിയാക്കി റേഷൻ കട വഴി വിതരണം ചെയ്ത ശേഷം കണക്ക് കൊടുക്കുമ്പോൾ കേന്ദ്രവീതം കിട്ടും. മാർച്ചിൽ കുടിശ്ശികയായ 170 കോടി അടക്കം 378 കോടി രൂപ കേന്ദ്രം നൽകി. ആ തുക സംസ്ഥാനം കർഷകർക്ക് കൊടുത്തില്ല എന്നാണ് കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ആക്ഷേപം. ചുരുക്കത്തിൽ കേന്ദ്രം വലിയ തെറ്റ് ചെയ്തതായി പറയാനാവാത്ത നിലയാണുള്ളത്. കാർഷിക മേഖല മുരടിച്ചു. വ്യവസായവും ഇല്ലാതായി. വിദ്യാഭ്യാസ രംഗത്തും കേരളം ഒന്നുമല്ലാതാകുന്നു. എല്ലാവരെയും ജയിപ്പിക്കുന്നതോടെ കുട്ടികൾ പഠിക്കാതാവുന്നു.
അധ്യാപകർ പഠിപ്പിക്കാതാവുന്നു. കേരളത്തിലെ പരീക്ഷകൾ ജയിച്ചവരെ ആർക്കും വേണ്ടാതാവുകയും ചെയ്യുന്നു. കാശിന് കൊള്ളാത്തവരായി അവർ മാറുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസം ഒന്നിനും കൊള്ളാത്തത് ആവുകയാണ്. ചുവരില്ലാതെ ചിത്രം എഴുതാനാവില്ലെന്ന സത്യം മറന്നുകൊണ്ട് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കി നേട്ടങ്ങൾ സ്വന്തമാക്കിയവരെല്ലാം ഇന്ന് മുതലക്കണ്ണീരൊഴുക്കുന്നു. ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത കൂലിയും സൗകര്യങ്ങളും തൊഴിലാളികൾക്ക് വാങ്ങിക്കൊടുക്കുകയും നോക്കുകൂലി വരെ ചട്ടമാക്കുകയും ചെയ്യുന്ന നാട്. വാങ്ങുന്ന കൂലിക്കനുസരിച്ച് തൊഴിൽ ചെയ്യാൻ വൻ കൂലി വാങ്ങിക്കൊടുക്കുന്നവർ പോലും ശ്രദ്ധിക്കുന്നില്ല. ഇവർ തന്നെയല്ലേ ഇന്നത്തെ ഈ വിലാപത്തിന് ഒന്നാം പ്രതി. മുരിക്കൻ എന്ന കർഷകൻ കായൽ നികത്തി എടുത്ത് കൃഷി ചെയ്തിരുന്ന ഭൂമി പിടിച്ചെടുത്ത സർക്കാരിന് അവിടം ഇന്ന് തരിശായി കിടക്കുന്നതിന്റെ ഉത്തരവാദിത്വമില്ലേ? ഇന്നത്തെ കൂലിച്ചെലവ് വെച്ച് ഏതെങ്കിലും കൃഷി ലാഭകരമായി നടത്താനാവുമോ? റബ്ബർ വെട്ടി കിട്ടുന്നതിന്റെ പകുതി തൊഴിലാളിക്ക് കൊടുത്താലും മതിയാവാത്ത നിലയായില്ലേ? ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ തൊഴിലാളി യൂണിയനുകളുടെ അതിപ്രസരമാണ്. മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ച് രോഗിയെ പീഡിപ്പിക്കുന്നവന് പോലും സംഘടനകളുടെ സംരക്ഷണം. ആശുപത്രിയിലെ പ്യൂൺ തലത്തിലുള്ള ജീവനക്കാർ രോഗികൾക്ക് സഹായമോ ഉപദ്രവമോ. കേരളത്തിൽ UGC നിരക്ക് ഏർപ്പെടുത്തിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും സംഭവിച്ചു? വിദ്യാർത്ഥി സംഘടനകളുടെ അതിപ്രസരം കാരണം അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാനാവുന്നുണ്ടോ? ഓൾ പ്രൊമോഷനിലൂടെ എല്ലാ പരീക്ഷകളും കടക്കുന്നവർക്ക് വലിയ ഡിഗ്രി ഉണ്ടെങ്കിലും ഒന്നും അറിയില്ലെന്നതല്ലേ സത്യം? ചങ്ങമ്പുഴയുടെ കൃതി വൈലോപ്പിള്ളിയുടേതായി അച്ചടിക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങളല്ലേ സാക്ഷ്യം? അധ്യാപകർക്ക് പഠിപ്പിച്ചില്ലെങ്കിലും വൻ ശമ്പളം കിട്ടുന്നു. ഫലമോ കേരളത്തിലെ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ഇല്ലാതാകുന്നു. അന്യ സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കുട്ടികൾ പലായനം ചെയ്യുന്നു. കോളേജുകളിൽ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ ഉണ്ടാവാൻ പോവുകയാണ്. അവർക്കും പൊതുഖജനാവ് ശമ്പളം കൊടുക്കേണ്ടി വരും. പരീക്ഷയിൽ തോൽക്കാതെ ജീവിതത്തിൽ തോൽക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ പെരുകുകയാണ്. ഗുണനിലവാരം ഇല്ലാതാകുന്ന വിദ്യാഭ്യാസം. സമരം ചെയ്തു നേടുന്ന ആനുകൂല്യങ്ങളിലൂടെ തങ്ങൾക്ക് ഉണ്ടാവേണ്ട പല അറിവും ഇല്ലാതെയാണ് കുട്ടികൾ പരീക്ഷ പാസ്സാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടർ വിവരിച്ച സംഭവം ഇങ്ങനെ. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായിരുന്ന ഒരു കൊച്ചു ഡോക്ടറുടെ അപ്പന് രോഗം വന്നു. പ്രൊഫസറെ വിളിച്ചു. പ്രൊഫസർ പറഞ്ഞു രക്തമെടുത്ത് പരിശോധിക്കാൻ. മകൻ യുവ ഡോക്ടർക്ക് രക്തമെടുക്കാൻ അറിയില്ല പോലും. അത് നഴ്സുമാരുടെ പണിയാണെന്ന് പറഞ്ഞ് ഒരിക്കൽ സമരം ചെയ്ത് സർക്കാരിന്റെ അനുമതിയോടെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതാണ്. പരീക്ഷ പാസ്സായി. ജീവിതത്തിൽ വന്നപ്പോൾ സൂചി കുത്താൻ അറിയാത്ത ഡോക്ടറായി. അമേരിക്കയിൽ ജോലി കിട്ടിയ അദ്ദേഹത്തിന്റെ മറ്റൊരു വിദ്യാർത്ഥി ഡോക്ടറുടെ കഥയും പറഞ്ഞു. ആദ്യം നിയമനം കിട്ടിയ ആശുപത്രിയിൽ ഒരു രോഗിയുടെ രക്തമെടുത്ത് പരിശോധിക്കാൻ ചീഫ് ആവശ്യപ്പെട്ടു. ഇഷ്ടന് അറിയില്ല. ചീഫിന് അമ്പരപ്പ്. അവനെ അപ്പോഴേ പിരിച്ചുവിട്ടു. അവനെ മാത്രമല്ല, അവൻ പ്രാപ്തനാണ് എന്ന് എഴുതി കൊടുത്ത പ്രൊഫസറിനെയും ബ്ലാക്ക് ലിസ്റ്റിൽ ഇടാൻ നീക്കമായി. വിശദീകരണം ചോദിച്ചു. ഡോക്ടർ വിശദമായി എഴുതി. ഇവിടെ ഹൗസ് സർജൻമാർ സമരം ചെയ്തു നേടിയ അവകാശമുണ്ട്. ഇവർക്കതിന് പരിശീലനമില്ല. പ്രൊഫസർ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും യുവ ഡോക്ടർമാരുടെ നില പരുങ്ങലിലാണ്. ഈ തോൽവിയെല്ലാം ആരുണ്ടാക്കിയത്? ഒരു തിരിച്ചുപോക്ക് സാധ്യമോ? ജനങ്ങൾ സഹകരിച്ചും സംഘടിച്ചും വളർത്തിയ സഹകരണ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൈയടക്കിയതോടെ ലക്കും ലഗാനവും ഇല്ലാത്ത നിയമനങ്ങളും അനധികൃതമായി നിയമിക്കപ്പെടുന്നവരുടെ ഒത്താശയോടെ നടക്കുന്ന ഭീകര വെട്ടിപ്പുകളും ആ മേഖലയെ തകർത്തില്ലേ? പൊതുയാത്രാ സംവിധാനമായ KSRTCക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ദുർഗതി വന്നു? ഏതാനും മാസം മുമ്പ് ടോമിൻ തച്ചങ്കരി CMD ആയിരുന്നപ്പോൾ സ്വന്തം വരുമാനത്തിൽ നിന്നും ശമ്പളം കൊടുത്ത സ്ഥാപനമല്ലേ കോർപ്പറേഷൻ? എന്തേ ടോമിനെ ഓടിച്ചു? അദ്ദേഹം ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറയുന്നവർക്ക് എന്തേ ശമ്പളം കൊടുക്കാനാവുന്നില്ല? തൊഴിലും തൊഴിലാളിയും ഇല്ലാതാകുന്നു. സർക്കാർ ദുരമൂത്ത് സ്വകാര്യ മുതലാളിയേക്കാൾ ദയനീയമായ ശമ്പളം കൊടുത്ത് സ്വിഫ്റ്റ് ഓടിക്കുന്നു. ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തവർ കോടികൾ മുടക്കി പുതിയ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നു. MDക്കും മന്ത്രിക്കും കൃത്യമായി ശമ്പളം കിട്ടുന്നു. ഒരു സ്വകാര്യ മുതലാളിയാണ് കോർപ്പറേഷൻ നടത്തുന്നതെങ്കിൽ കോർപ്പറേഷൻ പൊട്ടിയാൽ അദ്ദേഹവും തകരും. അവിടെ മുതലാളിമാരായി വന്ന നേതാക്കന്മാരെല്ലാം ജീവനക്കാരുടെ നേതാക്കന്മാരും വലിയ കാശുകാരായി. ജീവനക്കാരന് ശമ്പളം ഇല്ലാതായി. വൈദ്യുതി ബോർഡും വാട്ടർ അതോറിറ്റിയും എന്തേ ജനങ്ങൾക്ക് ശാപമാകുന്നു? കുടിവെള്ളത്തിന്റെ നിരക്ക് പോലും 4ഉം 5ഉം ഇരട്ടിയാക്കപ്പെടുന്നു. എങ്ങനെ കോടികൾ കുടിശ്ശിക വരുന്നു? 1 ലക്ഷം രൂപ മാസശമ്പളം വാങ്ങുന്ന ഡ്രൈവർ അടക്കമുള്ള ജീവനക്കാർ മാത്രമാണോ വൈദ്യുതി ബോർഡിനെ ഈ നിലയിലാക്കിയ ദുരന്തത്തിലെ പ്രതികൾ?
ഭരണാധികാരികളായി വന്നവർ നടത്തിയ തട്ടിപ്പുകൾ എങ്ങനെ മറക്കും? കുപ്രസിദ്ധമായ ലാവ്ലിൻ ബോർഡിൽ നടന്നത് തട്ടിപ്പല്ലേ? അടുത്ത കാലത്ത് വൈദ്യുതി ബോർഡിന് റദ്ദാക്കേണ്ടി വന്ന 3 ദീർഘകാല കച്ചവട കരാറുകൾ അന്ന് ജനങ്ങൾക്കു വേണ്ടി ഉണ്ടാക്കിയതായിരുന്നില്ലെങ്കിൽ ഇന്നും എത്രയോ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്നു. അന്ന് ഇല്ലാത്ത വില കൊടുത്ത് കരാറുണ്ടാക്കി. അതു തെറ്റാണെന്ന് വിധിച്ച് റദ്ദാക്കി വന്നപ്പോഴേക്കും വൈദ്യുതി നിരക്ക് ദേശീയ തലത്തിൽ വല്ലാതെ കൂടി. അന്നുണ്ടാക്കിയ കൂടിയ നിരക്ക് പോലും വളരെ കുറഞ്ഞ നിരക്കായി. കരാർ റദ്ദാക്കിയത് കൂടുതൽ വിനയായി. നീതി ചെയ്താൽ പോരാ, നീതി ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. 1987 നായനാർ സർക്കാർ രൂപം കൊടുത്ത ഇന്ത്യക്കാകെ മാതൃകയായ ലോകായുക്ത നിയമത്തിൽ വല്ലാതെ വെള്ളം ചേർക്കപ്പെട്ടില്ലേ? പൊതുജീവിതത്തിലെ അഴിമതി ഇല്ലാതാക്കുന്നതിന് ശക്തമായിരുന്നു ആ നിയമം. ഇന്ത്യയിലെ ഏത് നിയമത്തെക്കാൾ ശക്തം. കുറ്റക്കാരനെന്ന് ലോകായുക്ത കണ്ടാൽ കണ്ടെത്തപ്പെടുന്ന വ്യക്തിയുടെ പദവി നഷ്ടപ്പെടും. ഒന്നാം പിണറായി സർക്കാരിലെ KT ജലീലിന് അങ്ങനെ പദവി നഷ്ടപ്പെടുകയും ചെയ്തു. ഹൈക്കോടതി വിധിയോ സുപ്രീം കോടതി വിധിയോ വന്നാൽ പോലും ഇത്തരം ഒരു ബാധ്യത ഇല്ല. കേരളത്തിലെ ലോകായുക്ത വിധിച്ചാൽ രാജിവെക്കണം. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ആ സ്ഥാപനം. രാഷ്ട്രീയക്കാരാണ് നിയമനം നടത്തുന്നത്. എങ്കിലും അവർ തങ്ങളുടെ അന്തസ്സിന് വലിയ മങ്ങലില്ലാതെ അടുത്ത കാലം വരെ നിലനിന്നു. എന്നാൽ ഏറ്റവും അവസാനമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ദുരുപയോഗം സംബന്ധിച്ച കേസിൽ വിധി പറഞ്ഞ 2 ലോകായുക്തമാരും അന്തരിച്ച തങ്ങളുടെ സുഹൃത്തിന് കൊടുത്ത സഹായത്തെ ന്യായീകരിച്ച് വിധി പറഞ്ഞു. പരാതിയിലെ ആരോപണവുമായി ബന്ധമുള്ള അവർ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും മാറി നിൽക്കണം എന്ന ആവശ്യവും അംഗീകരിച്ചില്ല. തങ്ങളുടെ സുഹൃത്തിന് പണം കൊടുത്തതിലൂടെ അഴിമതി നടത്തി എന്ന് ആരോപിക്കപ്പെട്ട കേസ് വിധിക്കാൻ അവർ ധൈര്യം കാട്ടി. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പാരമ്പര്യത്തിന് തന്നെ അപമാനകരമായ തീരുമാനം എന്നാണ് അതിനെ നിയമവിദഗ്ധർ ചിത്രീകരിച്ചു കണ്ടത്. ഇത്തരം ബന്ധമൊന്നും ഇല്ലാത്ത ലോകായുക്ത തീരുമാനത്തിന്റെ നടപടിക്രമങ്ങളിലെ അപാകത ചൂണ്ടിക്കാണിച്ചെങ്കിലും അഴിമതി നടത്തി എന്ന് പറയാനാവില്ല എന്ന് വിധിച്ചു. അങ്ങനെ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു. ലോകായുക്തയുടെ വിധിയെക്കുറിച്ച് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാരസ്മരണ എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചിത്രീകരിച്ചത്. കേരളത്തിലെ ലോകായുക്തയ്ക്ക് പണം മുടക്കുന്നത് പാഴാണെന്ന് തെളിഞ്ഞതായി KPCC അധ്യക്ഷനും പറഞ്ഞു. ശമ്പളം ഇനത്തിൽ വർഷം 86 ലക്ഷം രൂപയാണത്രേ ലോകായുക്തയ്ക്കായി ചെലവാക്കുന്നത്. മൊത്തം 4 കോടി രൂപ വാർഷിക ചിലവും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2000-ഓളം പരാതികൾ കിട്ടിയ ലോകായുക്തയ്ക്ക് ഇപ്പോഴുള്ളത് 100-നടുത്ത് പരാതികളാണത്രേ. കേസില്ലാതാകുന്നത് അഴിമതി ഇല്ലാത്തതുകൊണ്ടല്ല, ലോകായുക്തയിൽ വിശ്വാസം ചോർന്നതുകൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ വകുപ്പുകളിലാണ് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നത് തോറ്റുപോകുന്നവരിൽ ഘടകകക്ഷികളും പെടുന്നതിന്റെ കൂടി അടയാളമാണ്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ മന്ത്രിമാരാണ് കൃഷി വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. കർഷകരുടെ ആത്മഹത്യകൾ ശോഭ കൊടുക്കുന്നത് മൊത്തത്തിൽ സർക്കാരിന്റെ ആണെങ്കിലും പ്രത്യേകിച്ചും കൃഷി മന്ത്രിയുടേതാണ്. കേരളത്തിലെ പൊതുവിതരണ ശൃംഖലയായ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ വിഭവങ്ങളില്ലാത്ത വകുപ്പാകുമ്പോൾ സർക്കാരിന് മൊത്തത്തിലും ഭക്ഷ്യമന്ത്രിക്ക് പ്രത്യേകിച്ചും നാണക്കേടാണ്. അവരുടെ റവന്യൂ മന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളെ പരസ്യമായി എതിർക്കുകയാണ് ഇടുക്കിയിൽ CPM. അതിലൂടെ വ്യക്തമാക്കപ്പെടുന്ന സത്യം ഇതാണ്: ഘടകകക്ഷികൾ തോൽപ്പിക്കപ്പെടുന്നു. സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ളയുടെ അണിയറയിലും ഇത്തരം ഒരു കളിയുടെ സൂചന കാണാം. അതിയന്നൂരിൽ CPM വല്ലാതെ പ്രതിക്കൂട്ടിലായപ്പോൾ കണ്ടല കുത്തിപ്പൊക്കി CPIയെയും പ്രതിക്കൂട്ടിലാക്കി. അതിന് നേതൃത്വം കൊടുത്തത് ഒരു CPM-കാരനാണ് പോലും. കൂട്ടി വായിക്കേണ്ടതല്ലേ കഥകൾ. ജനദ്രോഹപരമായ നടപടികൾ എടുക്കുന്ന വൈദ്യുതി വകുപ്പും ഘടകകക്ഷിയുടേതാണ്, ജനതാദളിന്റെ. കുടിവെള്ള വകുപ്പ് കേരള കോൺഗ്രസിന്റേതും മന്ത്രി ഗതാഗത വകുപ്പ് അടുത്ത കേരള കോൺഗ്രസിന്റെയും ആണ്. ശമ്പളം കിട്ടാത്ത ജീവനക്കാരുള്ള ആ വകുപ്പിൽ മന്ത്രിമാരുടെ സഞ്ചാരത്തിന് 1.5 കോടിയുടെ വാഹനം വരുന്നു. ജനം ഇതെല്ലാം അറിഞ്ഞ് വീണ്ടും ലജ്ജിക്കുന്നു. തീരദേശ ജനത വല്ലാതെ രോഷം കൊണ്ടിരിക്കുകയാണ്. തുറമുഖ മന്ത്രിയും ഘടകകക്ഷിക്കാരൻ തന്നെ. കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചൂടുചോറ് മാന്തിക്കുന്നതുപോലെ CPM കളിക്കുന്നു. അവരിൽ ജനപിന്തുണയുള്ള പാർട്ടികളിൽ അമർഷം പുകയുന്നുണ്ട്. കേരളത്തിന്റെ എല്ലാ വെല്ലുവിളികളും മധ്യപൂർവ്വ ദേശത്തെ മുസ്ലിം തീവ്രവാദ സംഘടനയായ ഹമാസിൽ ഒതുക്കി
അവർക്ക് വേണ്ടി പ്രകടനം നടത്താൻ ആവേശം കാണിക്കുന്നതിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തുന്നവരെല്ലാം മനസ്സിലാക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഒരുങ്ങുന്നത് ശത്രുക്കളുടെ വിജയവീതിയാണ്. കേരളത്തിൽ ഏറെ പേർക്കും ഹമാസ് ഒരു പാലസ്തീൻ വിഷയമല്ല, വെറും തീവ്രവാദി പ്രശ്നമാണ്, വർഗീയ വിഷയമാണ്, മുസ്ലിം പ്രീണന വിഷയമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം കൂറ് തെളിയിക്കുന്നതിന് കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ വാശിയോടെ നടത്തുന്ന പ്രകടനങ്ങൾ സഹായിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെയാവും. മുസ്ലിം പ്രീണനത്തിനു വേണ്ടി ഇടതും വലതും മുന്നണികൾ മത്സരിക്കുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ മതേതരവാദികൾ അല്ലാതെ എവിടെ പോകും? കേരളത്തിലെ തീവ്രവാദി വിരുദ്ധർക്ക് ആകെയുള്ള പ്രസ്ഥാനമായി BJP മാറുന്നു. അതുകൊണ്ട് തന്നെ BJP നടത്താൻ പോകുന്ന ഹമാസ് വിരുദ്ധ റാലിയിൽ ഇടതു വലതു മുന്നണികളെ ഞെട്ടിക്കുന്ന ജനവിഭാഗങ്ങളുടെ പിന്തുണ ഉണ്ടാവും. സാന്നിധ്യം പോലും തള്ളിക്കളയാനാവില്ല. ഷിലോവിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.